ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനത്തിന്റെ സന്ദേശം. ഇന്ത്യയുടെ ശുപാർശ പ്രകാരം 2015 മുതലാണ് UN അന്താരാഷ്ട്ര യോഗ ദിവസമായി ജൂൺ 21 പ്രഖ്യാപിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യോഗാ ദിനം എന്ന ആശയം മുന്നോട്ട് വച്ചത്. 2014 സെപ്റ്റംബർ 27 ഇത്. ഇന്ത്യയിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റം ലക്ഷ്യമിടുന്നു എന്ന് ജനറൽ അസംബ്ലിയിലെ പ്രസംഗത്തിൽ മോദി ചൂണ്ടിക്കാട്ടി. ഉത്തരായനാനന്തര ദിവസമായ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ജൂൺ 21. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ. ഈ പാരമ്പര്യം 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരുമ, ചിന്തയും പ്രവൃത്തിയും നിയന്ത്രണവും നിറവേറ്റലും, മനുഷ്യനും പ്രകൃതിക്കുമിടയിലുള്ള സന്തുലിതാവസ്ഥ, ശാരീരിക മാനസിക ഘടകങ്ങളെ സമീപിച്ചുകൊണ്ട് ആരോഗ്യപരമായിരിക്കുക എന്നീ ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു. യോഗ കേവലം ഒരു വ്യായാമമല്ല, മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ്. നമ്മുടെ മാറ്റപ്പെട്ട ജീവിതശൈലികളെ മനസ്സിലാക്കി ബോധം ഉണ്ടാക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പോലും കൈകാര്യം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി UN പ്രസംഗത്തിൽ പറഞ്ഞത്. 2014 ഡിസംബർ 11 പ്രധാനമന്ത്രിയുടെ ആവശ്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. 2015 മുതൽ എല്ലാ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ആ വർഷം ആദ്യ യോഗാ ദിനം ആചരിച്ചു. വിവിധ രാജ്യങ്ങളിൽ യോഗാ ദിനം അതീവ പ്രാധാന്യത്തോടെ ആചരിക്കുന്നു. യോഗാ ദിനത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും. ജീവിത പ്രവർത്തനത്തിന്റെ പര്യവേക്ഷണം. മതങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് മനുഷ്യ വളർച്ചയ്ക്കുള്ള സാധ്യത. ആന്തരിക വികസന ശാസ്ത്രം, സൗഖ്യം, വിമോചനം എന്നിവ ഭാവി തലമുറകൾക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ലോകത്തെ തന്നെ ഒത്തൊരുമയുള്ള ഏക കുടുംബമായി കണക്കാക്കുന്നതിനുള്ള മാർഗങ്ങളിലൊന്നാണ് യോഗ. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും സഹായിക്കുന്നതാണ് യോഗ എന്നാണ് പഠനം. ലോകമെമ്പാടും വലിയ പ്രചാരത്തിലുള്ള പരിശീലനമാണ് യോഗ. എന്നാൽ യോഗ ശാസ്ത്രീയമല്ലെന്നും ആരോഗ്യത്തിന് ദോഷകരമാണെന്നും ആധുനിക വൈദ്യശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു.